നമസ്കാരം. ഒമാനിൽ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തിന് സമീപം കപ്പലിന് നേരെ ഇറാന്റെ കനത്ത ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. കപ്പലിലുള്ള ജീവനക്കാരെ രക്ഷപ്പെടുത്തി. 21 ജീവനക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഇതിൽ 16 പേർ ഇന്ത്യക്കാരാണ്. ആളില്ലാ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ആക്രമണമെന്ന് ഒമാൻ മാരിടൈം ഏജൻസി സ്ഥിരീകരിച്ചു. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ട് ഉപയോഗിച്ചായിരുന്നു ആക്രമണം. മസ്കറ്റ് ഗവർണേറ്റിന്റെ തീരത്ത് നിന്ന് 52 നോട്ടിക്കൽ മൈൽ അകലെ സഞ്ചരിക്കുകയായിരുന്ന MKD വ്യോം എന്ന എണ്ണക്കപ്പലിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ സ്ഫോടനം ഉണ്ടാവുകയും ഇതിലുണ്ടായ തീപിടുത്തത്തിലാണ് ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം. നിലവിൽ റോയൽ നേവി ഓഫ് ഒമാന്റെ കപ്പലുകളിലൊന്ന് ടാങ്കറിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന മറ്റു കപ്പലുകൾക്ക് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ട്. കടൽ മാർഗമുള്ള ആക്രമണങ്ങൾ ഇറാൻ ശക്തമാക്കുന്നതിന്റെ സൂചനയായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ കാണുന്നത്. സുൽത്താൻ ഖാബൂസ് തുറമുഖത്തിന് തൊട്ടടുത്ത് വെച്ച് ഇത്തരമൊരു ആക്രമണം നടന്നത് ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് വലിയ ഭീഷണിയായിരിക്കുകയാണ്. സംഭവത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒമാൻ അധികൃതരുമായി ബന്ധപ്പെട്ട് വരികയാണ്. കപ്പലിലുണ്ടായിരുന്ന ബാക്കി ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ഖത്തർ തടഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജിദ് അൽ അൻസാരി പറഞ്ഞു. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളമായ അഗ്രോദിരയിൽ ഉച്ചയോടെ അപായ സൈറണുകൾ മുഴങ്ങിയതായി സൈപ്രസ് സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. റാസൽ ഖൈമയിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഒരു ഡ്രോൺ വിജയകരമായി തകർത്തതിനെ തുടർന്ന് അൽഹംറ വില്ലേജ് പരിസരത്ത് അതിന്റെ അവശിഷ്ടങ്ങൾ വീണതായും അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ പോർട്ടിൽ കിടന്ന ഒരു കപ്പലിന് നേരെ തിരിച്ചറിയാത്ത 2 വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടന്നതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. അതിനിടെ ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ 2 ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ഡ്രോൺ മെസീദ് പവർ പ്ലാന്റിലെ വാട്ടർ ടാങ്കിന് നേരെയും മറ്റൊന്ന് റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുള്ള ഖത്തർ എനർജിയുടെ ഊർജ്ജ കേന്ദ്രത്തിന് നേരെയുമാണ് ആക്രമണം നടത്തിയതെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണം മൂലമുണ്ടായ എല്ലാ നാശനഷ്ടങ്ങളും ബന്ധപ്പെട്ട അധികാരികൾ വിലയിരുത്തി വരികയാണ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവന പിന്നീട് പുറപ്പെടുവിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇസ്രയേലിലെ ലെവിയാത്തനിൽ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇസ്രയേൽ ഊർജ്ജ മന്ത്രാലയം നിർദ്ദേശം നൽകിയതായി ഷെവ്രോൺ അറിയിച്ചു. ഈജിപ്തിലേക്കുള്ള $35 ബില്യൺ കയറ്റുമതി കരാറിന്റെ ഭാഗമായി വാതക ഉൽപ്പാദനശേഷി പ്രതിവർഷം 21 ബില്യൺ ക്യൂബിക് മീറ്ററായി ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയായിരുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ തീരത്തെ താമർ വാതകപ്പാടവും പ്രവർത്തിപ്പിക്കുന്നത് ഷെവ്രോണാണ്. തങ്ങളുടെ നിലയങ്ങളെല്ലാം സുരക്ഷിതമാണെന്ന് കമ്പനി വക്താവ് അറിയിച്ചതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഭീകര സംഘടനകളും അത്തരം സംഘടനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നവരും വിദേശത്തുള്ള US പൗരന്മാരെ ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നുവെന്ന് ബഹ്റൈനിലെ US എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനാമയിലെ ഹോട്ടലുകൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നതിനാൽ അവ ഒഴിവാക്കാൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് നിർദ്ദേശിച്ചു. ഭീകര സംഘടനകൾ ബഹ്റൈനിൽ ആക്രമണങ്ങൾക്കായി ഇപ്പോഴും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തന്നെ ഭീകരർ ആക്രമണം നടത്തിയേക്കാമെന്നും എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു.